ക്ലാസ്സിലെ മക്കൾമാരെ, ദ വേ ടു സക്സസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. വിഷനുമായി ബന്ധപ്പെട്ട, കാഴ്ചയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഇടുന്നത്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, പല വീഡിയോയിൽ അത് പറയുന്നതുമാണ്. ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. ടെസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കണം. പരീക്ഷ എത്തിക്കഴിയും. ഒരു വസ്തുവിനെ വ്യക്തമായി നമുക്ക് കാണണമെങ്കിൽ ആ വസ്തുവും നമ്മുടെ കണ്ണും തമ്മിലുള്ള ദൂരം കുറഞ്ഞത് 25 സെൻറ്റിമീറ്റർ. വളരെ അടുത്ത് വെച്ച് നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടല്ലേ? ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ 25 സെൻറ്റിമീറ്ററും. നക്ഷത്രങ്ങളെ കാണാമല്ലോ, അപ്പോൾ കൂടിയ ദൂരം അനന്തവുമാണ്. ലീസ്റ്റ് ഡിസ്റ്റൻസ് 25 സെൻറ്റിമീറ്റർ, ഡിസ്റ്റൻസ് ടു ഫാർ പോയിൻ്റ് ഇൻഫിനിറ്റി ആണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഏർപ്പാട്ടായിട്ട് പഠിക്കണം. ഇനി ആ ചിത്രം ഒന്ന് നോക്കുക. നേത്രഗോളം, ലെൻസുണ്ട്, O എന്ന വസ്തുവുണ്ട്. അതിൻ്റെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നതെന്ന് നോക്കി മനസ്സിലാക്കുക. റെറ്റിനയുടെ പിറകിലാണ് ആ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് ഡിഫക്റ്റാണ്, ഡിസീസാണ് എന്ന് പറഞ്ഞു കളയരുത്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൂരെയുള്ളത് വ്യക്തമായിട്ട് കാണാം, അടുത്തുള്ളത് വ്യക്തമായിട്ട് കാണാൻ കഴിയുകയില്ല. ഏതാണോ നമുക്ക് കാണാൻ പറ്റുന്നത് ആ പേര് വെച്ച് വേണം അത് പറയേണ്ടത്. Certain persons can see far objects very clear, near objects not clearly. Hypermetropia, ദീർഘദൃഷ്ടി, ലോങ് സൈറ്റഡ്നെസ്, ഫാർ സൈറ്റഡ്നെസ് എന്നൊക്കെ നമുക്ക് പറയാം. അതിന് കാരണം എന്താണ്? ആ ഇമേജ് റെറ്റിനയ്ക്ക് പിറകിലായിപ്പോയി എന്ന് പറയുമ്പോൾ ആ ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കൂടിപ്പോയി. ഫോക്കസ് ദൂരം കൂടുക എന്ന് പറയുമ്പോൾ ലെൻസിൻ്റെ പവർ കുറയുന്നു എന്നർത്ഥം. അപ്പോൾ ദീർഘദൃഷ്ടിക്ക് കാരണങ്ങൾ രണ്ടെണ്ണമാണ്. ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കൂടിപ്പോയി, കൂടുതലാണ്, അല്ലെങ്കിൽ ലെൻസിൻ്റെ പവർ കുറവായതുകൊണ്ടാണ്. അതിനുള്ള സൊല്യൂഷൻ, പരിഹാരമാർഗം, അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ്, കൺവേർജിങ് ലെൻസ് ഉപയോഗിക്കുക. കണ്ട ആ ചിത്രം നോക്കി, ആ ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് കോൺവെക്സ് ലെൻസ് വിത്ത് സ്യൂട്ടബിൾ പവർ എന്നോ സ്യൂട്ടബിൾ ഫോക്കൽ ലെങ്ത് എന്നോ നമുക്കവിടെ പറയാം. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ലെൻസ് ഉപയോഗിക്കുക എന്ന് നമുക്കവിടെ എഴുതി ചേർക്കണം. ഈ രണ്ട് ചിത്രത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് തരാം. ന്യൂനത ഏതാണെന്ന് തിരിച്ചറിയണം. അതിനുള്ള കാരണങ്ങൾ അവസാനത്തത് പരിഹരിച്ചിരിക്കുന്ന ചിത്രവുമാണ്, തിരിച്ചറിഞ്ഞ് വെച്ചേക്കുക. എന്നാൽ അടുത്ത ചിത്രം നോക്കുക. റെറ്റിനയുടെ മുന്നിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ക്യാൻ സീ നിയറർ ഓബ്ജക്ട്സ് വെരി ക്ലിയർ, അടുത്തുള്ളത് വ്യക്തമായിട്ട് കാണാം. ഫാർ ഓബ്ജക്ട്സ് നോട്ട് ക്ലിയർലി, അത് ഹ്രസ്വദൃഷ്ടിയാണ്, മയോപ്പിയ ആണ്. റെറ്റിനയുടെ മുന്നിലാണ് അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനുള്ള കാരണം ലെൻസിൻ്റെ ഫോക്കസ് ദൂരം കുറവ്. ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ ലെൻസ് ഈസ് ലെസ്. ഫോക്കസ് ദൂരം കുറവ് എന്ന് പറയുമ്പോൾ ലെൻസിൻ്റെ പവർ കൂടുതലാണ് എന്നർത്ഥം. ഇറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് എ കോൺകേവ് ലെൻസ് വിത്ത് സ്യൂട്ടബിൾ പവർ എന്ന് എഴുതണം. കോൺകേവ് ലെൻസ് ഉപയോഗിക്കുക. അനുയോജ്യമായ പവറുള്ള കോൺകേവ് ലെൻസ് ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രം തന്നിട്ട് ന്യൂനത ഏതാണെന്ന് തിരിച്ചറിയാം. കണ്ട ചിത്രങ്ങളിൽ കൂടി ആയിരിക്കാം ഇവിടുന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത്. ഇനി എന്താണ് ഈ പ്രസ്ബയോപ്പിയ, വെള്ളെഴുത്തെന്ന് പറയുന്നത്? പ്രായം കൂടുന്നതിനനുസരിച്ച് സീലിയറി മസിലിൻ്റെ കഴിവ് കുറയുകയാണ്.
ദ എബിലിറ്റി ഓഫ് ദ സീലിയറി മസിൽസ് ഡിക്രീസസ് ബൈ ഏജിങ്. പ്രായം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു എന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ പവർ കുറയുന്നു. അതാണ് വെള്ളെഴുത്തെന്ന് പറയുന്നത്. ക്യാൻ ബി കറക്റ്റഡ് ബൈ യൂസിങ് കോൺവെക്സ് ലെൻസ് വിത്ത് സൂട്ടബിൾ പവർ. അനുയോജ്യമായ പവറുള്ള കോൺവെക്സ് ബൈഫോക്കൽ ലെങ്ത് എന്നൊക്കെ നമുക്ക് പറയാം. ഇവിടുന്ന് ഇൻഡയറക്റ്റ് ചോദ്യങ്ങളെന്ന് പറയുന്നത്, എ സ്റ്റുഡൻറ്റ് ഹു ഈസ് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ബെഞ്ച് ഓഫ് ദ ക്ലാസ് റൂം കാൺ സീ ദ റൈറ്റിംഗ്സ് ഓൺ ദ ബോർഡ്. ക്ലാസ് മുറിയുടെ ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന കുട്ടിക്ക് ബോർഡിൽ എഴുതിയിരിക്കുന്നത് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നില്ല. ന്യൂനത ഏത്, കാരണമെന്ത്, പരിഹാരമെന്ത്? ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ബോർഡ് വളരെ അടുത്താണ്. അപ്പോൾ അടുത്തുള്ളത് ആ കുട്ടിക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയാം. ആ കുട്ടിക്ക് ദൂരെയുള്ളത് കാണാമെന്നർത്ഥം. അത് ലോങ് സൈറ്റഡ്നെസ് ആണ് ആ കുട്ടിക്ക്. കാരണങ്ങളുണ്ട്, പരിഹാര മാർഗമൊക്കെ നമ്മൾ ബോഡി കിടപ്പുണ്ട്. ഇത് തിരിച്ചു വരാം. എ സ്റ്റുഡൻറ്റ് ഹു ഈസ് സിറ്റിംഗ് ഓൺ ദ ബാക്ക് ബെഞ്ച് ഓഫ് ദ ക്ലാസ് റൂം. ക്ലാസ് മുറിയുടെ പുറകിലിരിക്കുന്ന കുട്ടിക്ക് ബോർഡ് കാണാൻ പറ്റുന്നില്ല, എഴുതിയിരിക്കുന്ന കാണാൻ പറ്റുന്നില്ല. ആ കുട്ടിയെ സംബന്ധിച്ച് ബോർഡ് ദൂരെയാണ്. അപ്പോൾ ദൂരെയുള്ളത് കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അടുത്തുള്ളത് ആ കുട്ടിക്ക് വ്യക്തമായിട്ട് കാണാം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് മയോപ്പിയ ആണ്, ഹ്രസ്വദൃഷ്ടിയാണ്. കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഇവിടെ തന്നെ കിടപ്പുണ്ട്. ടെസ്റ്റ് വോയിസ് ഇത് രണ്ടും കൊണ്ടൊരു കമ്പാരിറ്റീവ് സ്റ്റഡി. അതുപോലെ തന്നെ ശബ്ദ മലിനീകരണമുണ്ട്, അന്തരീക്ഷ മലിനീകരണമുണ്ട്, തീവ്രതയേറിയ പ്രകാശം. അത് പ്രകാശ മലിനീകരണത്തിന് കാരണമാകാം. ടെസ്റ്റിനകത്ത് 3-4 കാരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കോൺസിക്വൻസ്, അനന്തര ഫലങ്ങൾ എന്താണ്, അവിടെ നിന്നും ചോദ്യങ്ങൾ വരാം. 2 എണ്ണമെങ്കിലും കാണാതെ പഠിച്ചു വയ്ക്കണം. ദേശാടന പക്ഷികളുടെ മൈഗ്രേഷൻ കണ്ട, അവരെ ഇത് ബാധിക്കും, ദിശ മാറ്റിക്കളയും, അവരുടെ സഞ്ചാര മാർഗം മാറ്റിക്കളയും. അതുപോലെ തന്നെ ആകാശത്തെക്കുറിച്ച്, ബഹിരാകാശ ഗോളങ്ങളെ കുറിച്ച് പഠിക്കുന്നതിനും പ്രകാശ മലിനീകരണം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള 2 എണ്ണമെങ്കിലും ടെസ്റ്റ് നോക്കി പഠിച്ചു വയ്ക്കണം. ഈ വീഡിയോ കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ മുൻപേ ഉള്ളത് നമ്മൾ വിദ്യോറും ഒക്കെ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉള്ള വീഡിയോയ്ക്കകത്ത് അത് കിടപ്പുണ്ട്. അതിൻ്റെ ബാക്കിയാണിത്. ഇനിയുള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനാണ്. അത് അടുത്ത വീഡിയോയിൽ വരും. എല്ലാ വീഡിയോയും കാണണം. ഞാനും എൻ്റെ ചാനലും നിങ്ങൾക്ക് ഒപ്പമുണ്ട്. ഓർമ്മയിരിക്കട്ടെ, ഞാനും എൻ്റെ ചാനലും നിങ്ങളോട് ഒപ്പമുണ്ടായിരിക്കും. ഓക്കെ, സീ യു, ബൈ ബൈ.